ദേശസ്നേഹത്തിന്റെ അർത്ഥം പുനർവായിക്കുന്ന പേട്രിയോട്ട്. ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമ പേട്രിയോട്ട് സമകാലിക മലയാള സിനിമയിൽ ഏറെ പ്രസക്തമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ചിത്രമായി ശ്രദ്ധ നേടുന്നു. ദേശസ്നേഹ സിനിമകളിൽ കാണുന്ന ആവേശോന്മാദവും മുദ്രാവാക്യങ്ങളും ഒഴിവാക്കി ദേശസ്നേഹം എന്ന ആശയത്തെ മനുഷ്യകേന്ദ്രീകൃതവും ചോദ്യാത്മകവും ആയി സമീപിക്കാനാണ് പേട്രിയോട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാത്രമല്ല, സാമൂഹിക സംവാദത്തിനുള്ള ഒരു വേദിയായി മാറാനുള്ള സാധ്യതയുണ്ട്. പേട്രിയോട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒരാളുടെ യാത്രയാണ്. രാജ്യത്തോടുള്ള ഉത്തരവാദിത്വവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കഥ. ഇവിടെ ദേശസ്നേഹം ഒരു വാക്കോ ചിഹ്നമോ അല്ല, തീരുമാനങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും തെളിയിക്കപ്പെടേണ്ട ഒന്നായി അവതരിപ്പിക്കപ്പെടുന്നു. അധികാരത്തോട് ചോദ്യമുയർത്തുന്നത് മതദ്രോഹമാണോ അതോ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണോ എന്ന ചിന്തയാണ് ചിത്രം പ്രേക്ഷകനോട് ഉന്നയിക്കുന്നത്. മലയാള സിനിമയുടെ ശക്തിയായ യാഥാർത്ഥ്യബോധം പേട്രിയോട്ട് വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. കഥാപരിസരം അതീവ പരിചിതമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ സംഭവങ്ങൾ ദൂരെയായോ അസാധ്യമായോ തോന്നുന്നില്ല. കഥാപാത്രങ്ങൾ പൂർണ്ണമായി നല്ലവരോ ചീത്തവരോ അല്ല, അവർ വിരോധാഭാസങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ്. ഈ ചിത്രത്തെ കൂടുതൽ വിശ്വസനീയവും ശക്തവുമാക്കുന്നത് അവരാണ്. സംഭാഷണങ്ങളിലും അവതരണത്തിലും അമിതമായ നാടകീയത ഒഴിവാക്കാൻ ചിത്രം ശ്രമിക്കുന്നതായി തോന്നുന്നു. വലിയ പ്രസംഗങ്ങളെക്കാൾ ചെറിയ നിമിഷങ്ങളെയും മൗനങ്ങളെയും ആശയം കൈമാറുന്ന സമീപനമായി ഇവിടെ കണക്കാക്കുന്നു. ഇവിടെ അത് പ്രേക്ഷകനെ ബോധവൽക്കരിക്കുന്നതിന് പകരം ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശരി എന്ന് സിനിമ പറയുന്നില്ല, നീ എന്താണ് ശരി എന്ന് കരുതുന്നത് എന്ന ചോദ്യമാണ് അത് ഉയർത്തുന്നത്. ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പേട്രിയോട്ട് ഉയർത്തുന്ന വിഷയങ്ങൾ ഏറെ പ്രസക്തമാണ്. വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും നാം ദിവസേന കാണുന്ന ചർച്ചകളുമായി സിനിമയ്ക്ക് ഒരു നേരിയ ബന്ധമുണ്ട്. എന്നാൽ അത് നേരിട്ടുള്ള ഉപദേശങ്ങളിലേക്കോ പ്രസ്താവനകളിലേക്കോ വഴുതിപ്പോകുന്നില്ല. മറിച്ച് പ്രേക്ഷകനെ സ്വയം നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തുറന്ന അന്തരീക്ഷമാണ് ചിത്രം സൃഷ്ടിക്കുന്നത്. മൊത്തത്തിൽ പേട്രിയോട്ട് ഒരു പരമ്പരാഗത വിനോദ ചിത്രം എന്നതിലുപരി ചിന്തയും സംവാദവും ആവശ്യപ്പെടുന്ന ഒരു സിനിമയായാണ് മുന്നോട്ട് വരുന്നത്. മലയാള സിനിമ സമീപകാലത്ത് കൈവരിച്ചിരിക്കുന്ന സാമൂഹ്യ ബോധവും കലാപരമായ ധൈര്യവും ഈ ചിത്രത്തിലും തുടർന്നു പോകുമെന്ന പ്രതീക്ഷയുണ്ട്. റിലീസിന് ശേഷം ചർച്ചകൾക്ക് വഴിവെക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന എന്നാൽ അവയെ ഭയപ്പെടാത്ത ഒരു സിനിമയായിരിക്കും പേട്രിയോട്ട് എന്ന് കരുതാം. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ശാസ്ത്രീയവും വ്യക്തവുമായ രീതിയിലാണ് നടക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ തുടങ്ങിയവർ അഭിനയിച്ച സിനിമകളിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ കഴിവും കഥാപാത്രത്തിന്റെ ആവശ്യകതയും നോക്കിയാണ്. ഇതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനമില്ല. ചിത്രം പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യബന്ധങ്ങളെയും സമൂഹത്തിലെ യാഥാർത്ഥ്യ തത്വങ്ങളെയും കുറിച്ചാണ്. രാഷ്ട്രീയം, വർഗീയത, മതഭേദം എന്നിവയ്ക്കപ്പുറം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന മൂല്യങ്ങളാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. കാസ്റ്റിംഗ് സംബന്ധിച്ച് ചിലർ ഉന്നയിക്കുന്ന കുത്തക ആരോപണങ്ങളും ഗൂഢാലോചനാവാദങ്ങളും അടിസ്ഥാനരഹിതമാണ്. മലയാള സിനിമയിൽ പ്രതിഭയും യോഗ്യതയും മാത്രമാണ് പ്രാധാന്യം. ജാതിമത വിഭജനങ്ങൾ മറികടന്ന് സമൂഹത്തിൽ ഐക്യവും സഹവർത്തിത്വവും വളർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വ്യാജ പ്രചാരണങ്ങൾ തിരിച്ചറിഞ്ഞ് സത്യത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്.